അച്ഛാ, ഞാനിന്ന് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ചോദ്യം, ഇന്ന് കാണുന്ന ഈ ആരാധനാലയങ്ങൾക്ക് അതല്ലെങ്കിൽ ക്രൈസ്തവ പ്രസ്ഥാനങ്ങൾക്ക് ദശാംശവും സ്തോത്രകാഴ്ചയും ഒക്കെ കൊടുക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയുണ്ടോ? ഇത് രണ്ടും രണ്ടായിട്ട് എടുക്കണം. അതായത് നിങ്ങൾ അമർത്തി കുലുക്കി കൊടുപ്പീൻ എന്ന് പറഞ്ഞ് എന്താണെന്ന് അർത്ഥമാകുന്നറിയോ? ഞാനും നിങ്ങളും അയലത്തുകാരാണ്, എനിക്കൊരു 10 പറ നെല്ല് വേണം. എനിക്ക് നിങ്ങൾ 10 പറ നെല്ല് തരുന്ന ഉടനെ അത് നല്ല വൃത്തിയായിട്ട് അമക്ക് കുലുക്കി നിങ്ങളെനിക്ക് തരണം. കർത്താവ് അവിടുന്ന് മീൻ ചോദിച്ചാൽ ആത്മാർത്ഥതയോടുകൂടി 10 പറ നെല്ല് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ അളന്ന് നോക്കിയാലും 10 പറ കാണും. അങ്ങനെ കൊടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ദൈവം സ്വർഗത്തിൽ നിന്നും അതുപോലെ തരും എന്നാണ്. ഇതും ദശാംശമായിട്ട് യാതൊരു ബന്ധവുമില്ല. ദശാംശം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ദശാംശം എന്ന് പറഞ്ഞത് പൈസ അല്ല, പണം അല്ല. പിന്നെന്താണ്? നിങ്ങൾ രണ്ടുപേരും കൃഷിക്കാരാണ്. നിങ്ങൾ കൃഷി ചെയ്ത് വിളവെടുക്കുന്നതിൻ്റെ 10% ദേവാലയത്തിൽ കൊടുക്കുക. ഞാൻ ആട് വളർത്തുന്നവനാണ്. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമോ ഞാൻ രോമം കത്തിരിക്കുന്ന ഉത്സവമുള്ളവോ ഏതെങ്കിലും ഒരു സമയത്ത് എനിക്ക് വർദ്ധിച്ച ആടിൻ്റെ 10% ഞാൻ ദേവാലയത്തിൽ കൊടുക്കുക. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? ദേവാലയം എന്ന് പറഞ്ഞിരുന്നാൽ ഇങ്ങനെ പള്ളിയിൽ അച്ഛൻ രഹസ്യമായിട്ട് കയറി വന്നിച്ച് താമസിച്ച് വേണ്ടാത്തതൊക്കെ കാണിച്ചേച്ച് പോകുന്ന സ്ഥലം അല്ല. അവിടെ അനാഥർ, വിധവമാർ, വൃദ്ധന്മാർ, കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞ് ഇട്ടിട്ട് ഓടിപ്പോയവർ, ഈ കൊച്ചിനെയൊക്കെ വളർത്തുന്ന ഒരു സ്ഥലമായിരുന്നു ദേവാലയം. അതിൻ്റെ ചെലവിന് വേണ്ടിയിട്ട് യഹോവയായ ദൈവം പറഞ്ഞു, സ്വർണവും വെള്ളിയും എനിക്കുള്ളത്. അതിനർത്ഥം നിങ്ങൾ യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ സ്വർണവും വെള്ളിയും കിട്ടത്തില്ല, അത് ഇവിടെ കൊണ്ടുപോവാ. നിങ്ങളുടെ വീട്ടിലല്ല കൊണ്ടുപോകണ്ടേ, എൻ്റെ ദേവാലയത്തിൽ കൊണ്ടുപോവാം. കാരണം വിറ്റിട്ട് അരിയും ഗോതമ്പ് പൊടിയും ഒക്കെ മേടിക്കാൻ. ഇത് നിങ്ങൾ കൊടുത്തതായ 10% ഞാൻ എടുത്ത് കണ്ടമാനം ചിലവാക്കി കളയാനുള്ളതല്ല. ഇവരെ പുലർത്തുന്നതിന് വേണ്ടി യഹോവയായ ദൈവം തന്നതാണ്. പക്ഷേ അതിലൊരു 10% എനിക്ക് പുരോഹിതനാണെങ്കിൽ എനിക്കെടുക്കാം. ഈ ദശാംശം എന്ന് പറഞ്ഞത് പൈസ അല്ല. നിങ്ങൾ പൈസ പ്രിൻ്റ് ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ. അപ്പോൾ മെറ്റീരിയലാണ്. അവിടെ ആ മെറ്റീരിയൽ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ആൾക്കാർ താമസമുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരു പള്ളിയിലും ആരും താമസമില്ല. ഈ 10% എന്നല്ല യേശു തമ്പുരാൻ മീൻ ചെയ്തത് വേറൊരു തരത്തിലാണ്. അതായത് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ യഹോവയ്ക്ക് കൊടുപ്പീൻ, നിങ്ങൾ യഹോവയ്ക്ക് കൊടുപ്പീൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം യഹോവയുടെ ആവശ്യമില്ലയോ? നിങ്ങളുടെ വീട്ടിൽ കഞ്ഞി വെക്കേണ്ടത് യഹോവയുടെ ആവശ്യമില്ലയോ? നിങ്ങൾക്ക് വസ്ത്രം മേടിക്കണ്ടായോ? കുഞ്ഞുങ്ങൾക്ക് പഠിക്കണ്ടായോ? അവിടെ പോകണ്ടായോ? ഇവിടെ പോകണ്ടായോ? മറ്റേത് വേണ്ടായോ? മറിച്ച് വേണ്ടായോ? കൃഷി ഇറക്കണ്ടായോ? ഇതെല്ലാം ദൈവത്തിൻ്റെ ആവശ്യമാണ്. ആ രീതിയിൽ കാണാനാണ് ദൈവം പറഞ്ഞ ഈ നിങ്ങൾ 100% ദൈവത്തിന് മുൻപാകെ കൊടുക്കുക. അല്ലാതെ പുരോഹിതൻ്റെ കൊണ്ട് കൊടുത്താൽ ഉടനെ തന്നെ അവരെന്തെടുക്കുമെന്നറിയോ? അത് വ്യഭിചാരത്തിന് പോലും ഉപയോഗിച്ച് കളയും, കൊലയ്ക്ക് ഉപയോഗിച്ച് കളയും, വേണ്ടാത്ത രീതി. അങ്ങനല്ല. യുവർ എവറിത്തിങ് യു ഗിവ് ഇറ്റ് ടു ഗോഡ്. അപ്പോൾ നിങ്ങളുടെ ചിലവും ദൈവമല്ലേ നോക്കേണ്ടത്. അതങ്ങനെ ചിലവാക്കുന്നതിനെക്കുറിച്ചാണ് ഈ പ്രതിപാദ്യ വിഷയം. ദശാംശം എന്ന് പറഞ്ഞത് ഒരിക്കലും പണമായിരുന്നില്ല. ദശാംശം എന്ന് പറഞ്ഞത് നിങ്ങൾ വളർത്തുന്ന മൃഗമോ നിങ്ങൾ കൃഷി ചെയ്യുന്നതിൻ്റെയോ ഒരംശം നിങ്ങൾ ദേവാലയത്തിൽ കൊടുക്കുന്നത് അവിടെ താമസിക്കുന്ന ആൾക്കാർ, അച്ഛനും കപ്പ്യാരും അല്ല, അനാഥർ, വിധവർ, വൃദ്ധൻ, ആ ആൾക്കാർ, നോക്കാൻ ആരും ഇല്ലാത്തവരെ അവരെ പുലർത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഈ ദശാംശം. പിന്നെ സ്തോത്രകാഴ്ച എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ
നിങ്ങൾ ദൈവത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് കൊടുക്കുക. അത് ഇവിടെ സ്തോത്രകാഴ്ച കൊണ്ടിടണം എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ട കാര്യമില്ല. ഏറ്റവും വലുത് ഇടണം അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് തോന്നുകയാണ് എൻ്റെ ദൈവത്തിന് ഞാൻ കൊടുക്കണം, എൻ്റെ ദൈവത്തിന് കൊടുക്കണമെന്ന് വെച്ചാൽ ഇവിടെ എടുക്കത്തില്ലെന്നോ ഇവിടെ കൊടുക്കരുതെന്ന് പറയാൻ ആർക്കും അധികാരമില്ല. ആർക്ക് വേണമെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കാം. പക്ഷേ അതെല്ലാം തിരുനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണം. ഇപ്പോൾ നമ്മുടെ പരിമല തിരുമേനിയുടെ പള്ളിയിൽ ഒരുപാട് കാശ് വീഴുന്നു. അത് ഇന്ന വീട്ടുകാർ മാത്രമേ കൗണ്ട് ചെയ്യാവുന്നുണ്ട്. അത് ഒരിക്കലും ഓഡിറ്റബിൾ ആകരുതെന്നുണ്ട്. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? പൈസ ഓഡിറ്റബിൾ ആകരുതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മോഷ്ടിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊന്നും ദൈവീകമല്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, വാട്ട് എവർ യു ആർ ഗിവിങ് ടു ഗോഡ് ഇറ്റ് ഷുഡ് ബി ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. അങ്ങനെ അല്ലാത്തതൊന്നും ദൈവത്തിന് സ്വീകാര്യം അല്ല. ഇത്രയും നേരം ITV ന്യൂസ് പ്രേക്ഷകർക്ക് വേണ്ടി തൻ്റെ വിലയേറിയ അറിവുകൾ പകർന്നു നൽകിയ AB തോമസ് അച്ചായനോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ഈ എപ്പിസോഡുകൾ ശ്രദ്ധാപൂർവം വീക്ഷിച്ച ITV ന്യൂസ് പ്രേക്ഷകരോടുള്ള നന്ദിയും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.